ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ടും ആങ്സൈറ്റിനെ കുറിച്ചിട്ടും പറയാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ സിസ്റ്റേഴ്സ് പറയുന്ന ഒരു വാക്കുകളാണ്. എനിക്ക് ഭയങ്കര ചിന്തകളാണ്. ഞാൻ കാട് കയറി ചിന്തിക്കും. എന്നിട്ട് അത് സംഭവിക്കുമെന്ന് ഉത്കണ്ഠപ്പെടും. അല്ലെ? ഇനി അങ്ങനെയാണോ സംഭവിക്കാന്നുള്ള പേടി. നമ്മളെ എന്ത് കാര്യവും ഒരുപാട് അങ്ങോട്ട് ചിന്തിച്ച് പോകും. സംഭവം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഹലോ, ഒന്ന് വേഗം വരണം, ഇവിടെ ഒന്ന് വീണിക്കണേ എന്ന് പറയുമ്പോൾ നമ്മളെ ചിന്തിക്കാം വീണ് മരിക്കാനായി അല്ലെങ്കിൽ മരിച്ചു കിടന്നു, ആ രീതിയിൽ അങ്ങോട്ട് ചിന്തിച്ച് കാട് കയറും. എന്നിട്ട് ടെൻഷനായി കൈയും കാലും വിറച്ചു, ഈ രീതിയിലേക്ക് അങ്ങോട്ട് പോകും. അല്ലേ? പലരും പറയുന്ന പ്രശ്നമാണ് എന്റെ മനസ്സ് എപ്പോഴും ഒരു ടെൻഷനാണ്, അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല, ഈ ഓരോന്ന് ആലോചിച്ചിട്ട് ടെൻഷനാണ്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. നിസ്കരിക്കുമ്പോഴും ചിന്തകളാണ്, ഓതുമ്പോഴും ചിന്തകളാണ്. ഞാൻ ഇവിടെ ഒന്നും അല്ല ഇപ്പം. ഇങ്ങനത്തെ കുറെ പരാതികള് അല്ലെങ്കിൽ കുറെ വിഷമങ്ങള്. ഇന്ന് ഇതിന്റെ കാരണവും ലക്ഷണങ്ങളും ഒക്കെ അതിനുള്ള സൊല്യൂഷനും പണം ചെലവില്ലാതെ തന്നെ അതിനുള്ള സൊല്യൂഷനും എല്ലാം ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പം അതിന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഓവർ തിങ്കിങ് എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് എന്നുള്ളത് നമ്മളെ മൈൻഡ് ഒരു ചെറിയ പ്രശ്നം എടുത്തിട്ട് അത് വലിയ കഥാക്കി വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുന്നതിനാണ്, വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നതിനാണ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഒരുപാട് കാട് കയറി ചിന്തിക്കുക എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ സംഭവമാവും, അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും, റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിപ്പിക്കും. ചിലപ്പോൾ അത് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചായിട്ട് ആയിരിക്കും നമ്മളിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു ചെറിയ കാര്യത്തിനെ കുറിച്ചായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. ചിലപ്പം അവരങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, ഞാനത് പറഞ്ഞ് തെറ്റിപ്പോയോ, അവർക്കത് വിഷമായി കാണോ, അല്ലെങ്കിൽ അവരിങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇങ്ങനെ പല രീതിയിൽ നമ്മളിങ്ങനെ ഓവർ തിങ്കിങ് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം പറയുന്ന ആള് പോസിറ്റീവായിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചെയ്യുന്ന ആള് പോസിറ്റീവായിട്ടാവും ചെയ്തിട്ടുണ്ടാവുക. നമ്മളത് ചിന്തിച്ച് എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അവനതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അങ്ങനെ ഉദ്ദേശിച്ച മോശമല്ല, ഇന്നങ്ങനെ താത്തി കെട്ടിയതല്ല. ഇങ്ങനെ പല രീതിയിൽ അവര് പോസിറ്റീവായ ഒരു കാര്യത്തിനെ നമ്മളെ ചിന്തിച്ച് നെഗറ്റീവാക്കി മാറ്റും. അതുകൊണ്ട് എന്തുണ്ടാവും, നമ്മളെ ആരോഗ്യം തന്നെ മാറി മറയും എന്നുള്ളതാണ് അതിന്റെ മെയിൻ പ്രശ്നം വരുന്നത്. നമുക്ക് നിസ്കാരം ശരിയായി കിട്ടുന്നില്ല, നമ്മളെ മൈൻഡ് എപ്പോഴും മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ ആകെപ്പാടെയുള്ള അവസ്ഥയിൽ മാറ്റം വരും. നമ്മളെ ഉറക്കമൊക്കെ തകരാറാവും. അല്ലേ? ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതിനാണ്, ഈ കാര്യം തന്നെയാണ് ആങ്സൈറ്റിനെ ട്രിഗർ ചെയ്യുന്നതും നമുക്ക് ഉത്കണ്ഠ വരുന്നത്, നാളെ ഉണ്ടാവും എന്നുള്ള പേടി വരുന്നത് ഈ ഒരു ഓവറായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. എസ്പെഷ്യലി നമ്മളെ ഇപ്പോഴത്തെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും അതുപോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും ഉമ്മമാർക്കാണെങ്കിലും ഈ എല്ലാവർക്കും ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇന്ന് അത്യാവശ്യം രീതിയിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓവർ തിങ്കിങ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓവർ തിങ്കിങ് വരുന്നത് നോക്കാം. ഒന്നാമത്തെ കാര്യം, റെസ്പോൺസിബിലിറ്റി ഓവർലോഡ് ആവുന്നതാണ്. വീട്, മക്കള്, വർക്ക് എല്ലാതും കൂടി നമുക്ക് ഉത്തരവാദിത്ത ഭാരങ്ങൾ കൂടാണ്. വീട്ടിലുള്ള ഫാമിലിന്റെ കാര്യങ്ങളെ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഓവർ തിങ്കിങ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് ബെസ്റ്റ് ആവാൻ പോലും കഴിയില്ല. പെർഫെക്റ്റ് എന്നുള്ള ഒരു വാക്ക് ഇല്ല എന്നാണ് പറയാം. ഓക്കെ, നമ്മളേതായ രീതിയിൽ എന്ന് നല്ല രീതിയിൽ ഓക്കെ അൽഹംദുലില്ലാ എന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു, അത് അന്ന് പെർഫെക്റ്റ് ആണ്, അത് നമുക്ക് പെർഫെക്റ്റ് ആണ്. പിന്നെ പെർഫെക്ഷൻ എന്നുള്ളത് ഓരോരുത്തർക്കും ഡിഫറൻസ് ആണ്. എന്റെ പെർഫെക്ഷൻ ആവില്ല നിങ്ങൾക്ക്, നിങ്ങളെ
പെർഫെക്ഷൻ ആവില്ല നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക്, അല്ലേ? അപ്പം ഈ പെർഫെക്റ്റ് എന്നുള്ള വാക്കിലൊന്നും വല്ല അർത്ഥമില്ല. നമ്മളെ റെസ്പോൺസിബിലിറ്റി ഓവർലോഡ് ആവുന്ന സമയത്ത്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ചിന്തകൾ കൂടാം. പിന്നെ നമ്മളെ ഇമോഷൻസിനെ, നമ്മളെ വികാരങ്ങളെ സപ്രസ് ചെയ്ത് നിർത്തുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട്, അല്ലെങ്കിൽ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതൊന്നും പുറമേക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞാൽ കേൾക്കാനില്ല. നീ അറിഞ്ഞാൽ തന്നെ അവർക്ക് അതിനെന്ത് സൊല്യൂഷൻ തരണം എന്നറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ ഉള്ളിലുള്ള വേദനകൾ ഉള്ളിൽ തന്നെ കടിച്ചമർത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ അത് പല ചിന്തകളായിട്ട് മാറും. പിന്നെ ഉള്ളത് സോഷ്യൽ മീഡിയന്റെ പ്രഷർ. നമ്മൾ കമ്പാരിസൺ ചെയ്യാം. അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ രസമോ, അവരുടെ ജീവിതമൊക്കെ എന്തൊരു ഹാപ്പി ആയിട്ട് പോകുന്നത്, ഓ ഇവരുടെ ലൈഫൊക്കെ അടിപൊളിയാണ്, അവരങ്ങനെ ഇങ്ങനെ. ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ, നമ്മൾ അവരുമായിട്ട് താരതമ്യം ചെയ്യാം. ആ താരതമ്യം ചെയ്യുന്ന സമയത്തും നമുക്ക് ഓവറായിട്ട് ചിന്തകൾ വരാൻ സാധ്യത ഉണ്ട്. നാലാമത്തെ കാര്യം, ഒരു കുറ്റബോധം. ഉള്ളിൽ എപ്പോഴും ഒരു കുറ്റബോധം, ഞാനൊരു നല്ല വൈഫല്ലേ, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഉമ്മയല്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു, അത് ചെയ്യേണ്ടിയില്ലായിരുന്നു, ഞാൻ അങ്ങനെ ആയിപ്പോയി, എനിക്ക് മാറാൻ ആഗ്രഹമുണ്ട്, വിഷമമുണ്ട് ഇങ്ങനെ ചെയ്തതിൽ, ഇങ്ങനെ ഒരു കുറ്റബോധവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. പിന്നെ ഉള്ള ഒരു പ്രശ്നം, ഇതുകൊണ്ടും നമുക്ക് ഓവർ തിങ്കിങ് വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള പ്രശ്നം, ഒറ്റയ്ക്കുള്ള സമയമില്ലാത്തത്. നമ്മളെപ്പോഴും തിരക്കിലാണ്, അവരത് ചെയ്ത് ഇവരത് ചെയ്ത്, നമ്മൾക്ക് സ്വന്തമായിട്ടൊരു സമയമോ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റോ ഇല്ലാതിരിക്കുന്നത്. ചിലർക്ക് സമയം ഉണ്ടായിരിക്കും, പക്ഷെ ചിന്ത പോകുന്നുണ്ടാവില്ല. ആ സമയത്തും നമ്മളെ സ്വന്തത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ വേഗം മൊബൈൽ ഫോണിൽ നോക്കുക, ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. സ്വന്തമായിട്ട് സമയം എടുക്കുന്നില്ല, സ്വന്തമായിട്ട് സ്നേഹിക്കാൻ സമയം എടുക്കുന്നില്ല, സ്വന്തം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ സമയം എടുക്കുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥയിലും നമുക്ക് ഓവർ തിങ്കിങ് വരാം. ഇതെല്ലാം കണക്റ്റഡ് ആണ് നമ്മുടെ ലൈഫില്. ഇതെല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. എന്നാലോ ഇതെല്ലാം ഓവർ ആവരുത് എന്നുള്ളൊരു പ്രശ്നമാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, ഓവർ തിങ്കിങ് ഉണ്ടെങ്കിലും, ഇതൊന്നും ഒരാളുടെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, ആരുടെയും തെറ്റല്ല. നമ്മളെ മൈൻഡിൽ ഇൻഫോർമേഷൻസ് ഓവർലോഡായിട്ട്, നമ്മളെ മൈൻഡിൽ വിവരങ്ങള് ഒരുപാട് ചെന്നിട്ട് അത് ഒരുപാട് ചൂടാവുന്ന ഒരു സ്റ്റേജ് എന്ന് പറയൂലേ. ഇപ്പൊ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ നമ്മൾ ഒരുപാട് വിവരങ്ങൾ കൊടുക്കുമ്പോൾ അത് എവിടെ വെക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അറിയാതെ ഫോണ് ചൂടാവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചൂടാവുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ നമ്മളെ തലച്ചോറ് ചൂടാവുന്ന അവസ്ഥയാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് തിങ്ക് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അറിയില്ല എന്ന് പറയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ നമ്മളെ ഇസ്ലാമില് പറയാണെന്നുണ്ടെങ്കിൽ മനസ്സിന് 3 വിധമുണ്ട്. നമ്മളെ നന്മയിലേക്ക് തിരിക്കുന്ന മനസ്സുണ്ട്, തിന്മയിലേക്ക് തിരിക്കുന്ന മനസ്സുണ്ട്, വസ്വാസം ഉണ്ടാക്കുന്ന മനസ്സുണ്ട്, സംശയങ്ങളെ ഉള്ള മനസ്സുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മനസ്സുകളുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മളെ നന്മയിലേക്കുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയണം, നഫ്സുൽ മുത്മഇന്നയിലേക്ക് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ആക്കിത്തരാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് ഓവർ തിങ്ക് ഫോർ ഇറ്റ് ഓപ്പൺസ് ദ ഡോർ ഓഫ് സോറോ. ബുദ്ധിമുട്ട് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്താല് അത് ബുദ്ധിമുട്ടുകളുടെ വാതിലാണ് തുറക്കുന്നത്. അപ്പൊ ഇസ്ലാമിൽ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്, ഹാർട്ടും മൈൻഡും അതിന്റെ കൺട്രോൾ ഒക്കെ അള്ളാന്റെ കയ്യിലാണ്, അല്ലെ, അള്ളാന്റെ കൺട്രോളിലാണ്. നമ്മളെ അടുത്താണോ? അള്ളാഹു നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആലോചിച്ച് ചിന്തിച്ച് നന്മ തിന്മ തിരഞ്ഞെടുക്കാന്. പക്ഷെ നമ്മളെ
ഇപ്പം ചിന്തിച്ച് പേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒന്നും നമ്മളെ കയ്യിലല്ല, നമ്മളെ കൺട്രോളിൽ ഒന്നുമില്ല. എല്ലാം അള്ളാന്റെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. അപ്പം എന്താ നമുക്ക് ചെയ്യാൻ കഴിയാ? ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ ആഹ്, ഒരാൾക്ക് കാ ഒരു ആക്സിഡന്റ് ആയി. അപ്പൊ ഇന്ന് അയാളെ ചിന്തിക്കാണ്, ഓ ഇന്നലെ ആ വഴിക്ക് പോവണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ആ വണ്ടി അവിടെ വെച്ചിട്ട് ബസ്സിന് പോയാൽ മതിയായിരുന്നു. ഒരു നിമിഷം തെറ്റിയാല് അല്ലെങ്കിൽ ഒരു നിമിഷം അവിടെ നിർത്തിയാൽ മതിയായിരുന്നു, ഒന്ന് സ്ലോ ആക്കിയാൽ മതിയായിരുന്നു, എന്നാ ആ ആക്സിഡന്റ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ചിന്തിച്ചതുകൊണ്ട് ആ ആക്സിഡന്റ് ഇല്ലാണ്ടാവുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ആ ആക്സിഡന്റ് അവിടെ ഉണ്ടാവണം എന്നുള്ളത് അള്ളാഹുവിന്റെ കളാണ്. അത് നമ്മൾ ആലോചിച്ചതുകൊണ്ട് മാറ്റാൻ കഴിയുമോ? ഇല്ല. ഇനി നാളെ, ഇപ്പൊ ഞാൻ ഇനി നാളെ പോകുമ്പോ ഇങ്ങനെ പോവുള്ളൂ, അങ്ങനെ പോവുള്ളൂ, അത്രയും സേഫ് ആയിട്ടേ പോവുള്ളൂ, അങ്ങനെ വിചാരിച്ചതുകൊണ്ട് നമ്മൾ സേഫ് ആവണമെന്നുണ്ടോ? ഇല്ല, അതും ഇല്ല. അതും അള്ളാഹുവിന്റെ കളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പിന്നെ? എന്ത് ചെയ്താലും അതൊക്കെ അള്ളാഹുവിന്റെ കളാണ്. നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് വരുന്നത്, നമ്മൾ നന്മ പ്രവർത്തിച്ചിട്ടും നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ കള ആയിട്ട് മനസ്സിലാക്കണം. നമ്മൾ വിശ്വസിക്കുന്ന അതാണല്ലോ, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാ കഴിവും അള്ളാഹുവിനാണ് ഉള്ളതെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മളെല്ലാവരെയും സഹായിക്കുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ നമുക്ക് കഴിയുന്നത് ഒന്നാമത് തവക്കൽ ചെയ്യാം, അള്ളാഹുവില് തവക്കൽ ചെയ്യാം. എനിക്ക് അള്ള ഉണ്ട്, അള്ള മതി, ഹസ്ബുൻ അള്ളാഹു വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽന. എല്ലാ കാര്യത്തിനും അള്ള ഉണ്ട്, അള്ള മതി എനിക്ക്. ഭാരം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു ആണ്. പിന്നെ നമ്മള് അമലുകൾ ചെയ്യാം, ദിക്റുകള്. ഇതുകൊണ്ട് നമ്മളെ അള്ളാഹു സംരക്ഷിക്കുന്നു മാത്രല്ല, അള്ളാഹു നമ്മളെ നേർവഴിയിലാക്കും. നമ്മളെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മളെ തലച്ചോറ് ഫ്രീ ആയി. നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ വീട്ടിലെ ഒരു ഗൃഹനാഥനുണ്ട്. ഗൃഹനാഥനാണ് ഒരു കല്യാണം നടത്താൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല, അല്ലെ? നേരെ മറിച്ച് ആ ഗൃഹനാഥൻ അവിടെ ഇല്ല. ആ സമയത്ത് നമ്മളൊരു കല്യാണം നടത്തുകയാണെങ്കിൽ നമുക്ക് അത് ഇത് മറ്റേത് മറിച്ചത് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പം അതിനേക്കാളും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ള ഒരാളാണ് അള്ളാഹു. നമുക്ക് എന്ത് തരണമെങ്കിലും തരാതിരിക്കണമെങ്കിലും അസുഖങ്ങൾ മാറ്റണമെങ്കിലും നമുക്ക് ഈ നടക്കുമ്പോൾ വീഴാതിരിക്കണമെങ്കിൽ വരെ അത് അള്ളാഹുവിന്റെ കളാണ്. അപ്പൊ അങ്ങനെ അത്രയും കഴിവുള്ള ഒരു ഉം, അള്ളാഹുവിനെ ആ ഒരു അള്ളാഹുവിനെ നമ്മള് എല്ലാ കാര്യങ്ങളും വേണ്ടി ഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്താ പേടിക്കാനുള്ളേ? ഒന്നുമില്ല. അപ്പം അതോടുകൂടി നമ്മളെ മൈൻഡ് ഫ്രീ ആയി. നമ്മള് അർഹതയുള്ള ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞു നമ്മളെ മൈൻഡ്, അല്ലെ? ആണോ? ശരിയാണോ? നിങ്ങൾ പറയും. എന്ത് സംഭവിച്ചാലും അള്ള ഉണ്ട് എന്നുള്ള ഓർമ്മ, അത് നന്മ ആയാലും തിന്മ ആയാലും അള്ള നമ്മളോടൊപ്പം ഉണ്ട്. അള്ളാഹു എന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഇത് അള്ളാഹുവിന്റെ കളാണ്. അള്ളാഹു അതിനെ കൊണ്ട് എന്തെങ്കിലും നന്മയ്ക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഒരു മുറി പറ്റിയാൽ പോലും അതില് അള്ളാഹു നന്മ വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വിശ്വാസികളുടെ കാര്യം അത്ഭുതമാണ്. അവർക്ക് നന്മ വന്നാലും അവർ ശുക്ർ ചെയ്യുന്നു, അതിലൂടെ അവര് സ്വർഗം സമ്പാദിക്കുന്നു. അവർക്കൊരു തിന്മ വന്നാല് അവര് സബർ ചെയ്യുന്നു, ക്ഷമിക്കുന്നു, അതിലൂടെ അവര് സ്വർഗം സമ്പാദിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നന്മയാണെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മള് വെറുതെ നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങള് ചിന്തിച്ചു കൂട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാന് ഈ ഒരു ഓവർ തിങ്കിങ് ആണോ എന്നുള്ളതിന്റെ, നമുക്കിടയ്ക്ക് ഈ ഹൃദയത്തിലൊക്കെ ഒരു വെയിറ്റ് തോന്നും, ഭയങ്കര ഒരു ടെൻഷൻ. നമുക്ക് ടെൻഷൻ വന്നാൽ തലേനേക്കാളും കൂടുതൽ ബാധിക്കുന്ന ഹൃദയത്തിലാണ്, ശരിയല്ല? നമുക്ക് ഒരു നെഞ്ഞുവേദന, അല്ലെങ്കിൽ ഒരു ടൈറ്റ് ആവലോ, അല്ലെങ്കിൽ ഒരു ഉറക്കം കിട്ടാതിരിക്കുക,
ഒരു എന്തൊക്കെയോ ഒരു ഫീലിങ്, എന്താന്നറിയില്ല, ഒരു എന്തൊക്കെയോ ഒരു ഫീലിങ്. എപ്പോഴും ഒരു പേടി, എല്ലാ കാര്യത്തിനും ഒരു പേടി, കണ്ണൊക്കെ ഒരു വെയിറ്റ്. ഇതൊക്കെയും ഓവർ തിങ്കിങ്ങിന്റെയും ആങ്സൈറ്റിന്റെയും ഒക്കെ കോംബോ ആണ്. ഇനി അതെങ്ങനെ മാറ്റാന്നുള്ളത് പറയാം. നമ്മളെ മൈൻഡ് നെഗറ്റീവ് തോട്ടക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോ തന്നെ, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നമ്മളെ മൈൻഡിനോ പറയാം സ്റ്റോപ്പ്, മതി. അപ്പം ഈ ഞാൻ പോസിറ്റീവ് ആയിക്കോളാം എന്ന് നമ്മൾ തന്നെ പറയാം നമ്മളെ ബ്രെയിനോട്, അല്ലെങ്കിൽ നമ്മളെ ചിന്തിക്കുമ്പോ തന്നെ അതിന് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ഒരു കാര്യം, ഇപ്പൊ ആ വീട് പൊളിഞ്ഞു, ആ വീട് പൊളിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം അവിടെ നല്ലൊരു വീട് വന്നു, നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു നോക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റോപ്പ് പറയുന്ന സമയത്ത് ഈ തമാശക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നെറ്റിയിൽ തൊട്ടിട്ട് ഡിലീറ്റ് ഡിലീറ്റ്, നമ്മൾ ഫോണ് ഡിലീറ്റ് ചെയ്യുന്ന മാതിരി തലച്ചോറിനോട് ഡിലീറ്റ് ചെയ്യാൻ പറയും സാധാരണ. അപ്പം അത് ഒരു പരിധി വരെ ശരിയാണ്. നമ്മള് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അപ്പൊ തന്നെ നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് ചിന്തയിലേക്ക് പോകില്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മൾക്ക് വരിക എന്നാ പറയാ. നമ്മൾ ഒരു അസുഖം വരുമെന്ന് പേടിച്ചു കഴിഞ്ഞാല് നിരന്തരമായിട്ട് ആ പേടി ഉള്ളിലുണ്ടെങ്കിൽ ആ അസുഖം വന്നിരിക്കും. നമ്മള് ദാരിദ്ര്യത്തെ തൊട്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ദാരിദ്ര്യം വരിക. നമ്മള് നന്മ അല്ലെങ്കിൽ ഭയങ്കര വലിയ വീട്, കാറ് ആ രീതിയിലാണ് ചിന്തിക്കുന്നത് വെച്ചാൽ നമുക്ക് ഐശ്വര്യമാണ് വരിക. നമുക്ക് ബർക്കത്ത് വരും. അള്ളാഹു നമുക്ക് എല്ലാതും തരും. അള്ളാഹുവിനെ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു തരും എന്ന് തന്നെ വിശ്വസിച്ചിട്ട് ദുആ ചെയ്യാനാ പറയുന്നത്. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഓവർ തിങ്കിങ് വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങള്, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. 4 സെക്കൻഡ് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് ശ്വാസം വലിക്കുക. എന്നിട്ട് കുറച്ച് ടൈം അവിടെ പിടിച്ചു വെക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് എടുത്തതിന്റെ ഡബിള് സമയം കൊണ്ട് മെല്ലെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 10 വട്ടോ ഇല്ലെങ്കിൽ 20 തവണ ഒക്കെ ചെയ്യാം. ആ സമയത്ത് മൈൻഡ് കാമാവും. വേറെ ഒന്നിലേക്കും ശ്രദ്ധിക്കരുത്. നമ്മുടെ ഈ ഒരു ശ്വാസോച്ഛ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട്, നമുക്കിപ്പം ഭയങ്കര ഓവർ തിങ്കിങ് വരുന്നുണ്ട്, അപ്പൊ അവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞിട്ട് ഇരിക്കാനുള്ള ഒരു സീറ്റ് ഇട്ടെങ്കിൽ ഇരിക്കുക. അല്ലെങ്കിൽ മുഖം ഒന്ന് തടവുക, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞിട്ട്. എന്നിട്ട് ഇതേപോലെ ശ്വാസം എടുക്കുക. ആ സമയത്ത് നമ്മള് അള്ളാഹ് അള്ളാഹ് എന്നുള്ള ആ ഒരു മനസ്സിൽ പറയാം, അള്ളാഹ് അള്ളാഹു അള്ളാഹു എന്ന് മനസ്സിൽ പറയാം. അതുപോലെ ദിക്റുകൾ ചെല്ലാം, അല്ലെങ്കിൽ സലാത്ത് ചെല്ലാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോ തന്നെ, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മുഖം കഴുകുക. നമുക്ക് ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് പോയാണ്ട് ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് കൈയൊക്കെ റബ്ബ് ചെയ്യാം. ആ സമയത്ത് നമ്മളെ ഓവർ തിങ്കിങ് കുറയും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദിവസവും ഹസ്ബുനല്ലാ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽന, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽന, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽന, ഇത് പറയാം. ഉം. അതുപോലെ തന്നെ ലാ ഇലാഹ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, ഇത് 33 തവണ പറയാം. രാവിലെ സുബഹിന്റെ ശേഷം അല്ലെങ്കിൽ രാത്രിയിലോ എപ്പോഴാണോ കഴിയുന്നത്, രാവിലെ ആവുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, ഇത് നമ്മുടെ പേടിനെയും ഉത്കണ്ഠനെയും ഒക്കെ കുറയ്ക്കുന്ന ഒരു ദുആ ആണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ. ഓക്കെ, ഇത് 33 തവണ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളൊരു പേപ്പർ എടുക്കുക. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ കാര്യങ്ങൾ മുഴുവനും ആ പേപ്പറിലേക്കാണ്ട് എഴുതുക.
നമ്മള് എന്നും ഡെയിലി കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം അതിൽ എന്തൊക്കെയാണോ മെയിനായിട്ട് നമ്മൾ ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുന്നത് ആ കാര്യങ്ങളൊക്കെ പേപ്പറിലേക്ക് എഴുതുക. അപ്പൊ ആ സമയത്ത് എന്തുണ്ടാവും എന്ന് വെച്ചാല് നമ്മൾ ഓവറായിട്ടുള്ള ചിന്ത നേരെ പേപ്പറിലേക്ക് മാറുമ്പം തലച്ചോറിന് പിന്നെ അത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. തലച്ചോറ് ഫ്രീ ആവും. അപ്പൊ തലച്ചോറിൽ കുറച്ചൊരു ആശ്വാസം കിട്ടും, ഓവർ തിങ്കിങ് കുറയും. ഇപ്പം നമ്മൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോവാണ്ട്, മറ്റവർക്ക് പോവാനുണ്ട്, വെച്ചുണ്ടാക്കാനുണ്ട്, തിരുമ്പാനുണ്ട്, തുടയ്ക്കാനുണ്ട്, അത് രാത്രി തന്നെ ആലോചിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? രാവിലെ ഇത്ര മണിക്കൂർ, ഇത്ര മണിക്ക് നീക്കാം, ഇത്ര മണിക്ക് ചെയ്യാം, ഇത്ര മണിക്ക് ഈ ടൈമിന്റെ ഉള്ളിൽ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാം, ഈ ടൈമിന്റെ ഉള്ളിൽ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാം. ഇങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ആ പ്ലാൻ ചെയ്യുന്നതോട് കൂടി നിങ്ങളെ തലയിലുള്ള ചിന്തകൾ അതിലേക്ക് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ എന്ത് കാര്യവും നമുക്ക് എന്താണോ ചിന്തിക്കുന്നത് അത് ഒരു നോട്ട്ബുക്കിലേക്കോ ഒരു പേപ്പറിലേക്ക് മാറ്റി എഴുതുക. അത് നമ്മളെ ബ്രെയിനിനെ ഒരുപാട് അൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളതാണ് സുജൂദ് ചെയ്യുക. നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഓവർ തിങ്കിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് പോയിട്ട് ഉള്ളോട്ട് 1 മിനിറ്റ് സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് സുജൂദിൽ പറയാം, അള്ളാഹുവേ ഞാൻ നിന്റെ ചിന്തകളെ മുഴുവനും നിന്നിലേക്ക് അർപ്പിക്കുന്നു അള്ളാന്ന് പറയാം. ഇത് നമ്മളെ മൈൻഡ് റീസെറ്റ് ചെയ്യാൻ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ട്രൈ ചെയ്യാം, എന്തായാലും റിസൾട്ട് ഉണ്ട്. ഓക്കെ. പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഡീപ് ബ്രീത്തിങ് ചെയ്യാം. 1 മിനിറ്റെങ്കിലും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നത്. നമ്മൾ 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ഇരുന്ന് കുറച്ച് സമയം മതിയല്ലോ. ഒരു 10 ബ്രീത്ത് എടുക്കുന്ന അല്ലെങ്കിൽ 10 ശ്വാസം എടുക്കുന്ന സമയം നമ്മൾ 1 അത് പുറത്തേക്ക് വിടുമ്പോ അത്രയും സ്ലോ ആയിട്ട് കണ്ണടച്ച് സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ കണ്ണ് തുറന്നിട്ടായാലും കുഴപ്പമില്ല. നമ്മൾ ബ്രീത്ത് ഉള്ളിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അത് അതിന്റെ ഡബിൾ ടൈം കൊണ്ട് പുറത്തേക്ക് പറയാം, ഒഴിവാക്കാം. അത് ചെയ്യാം. മിനിമം 10 വട്ടെങ്കിലും ചെയ്യാം. 5 മിനിറ്റ് എങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ 33 തവണ. പിന്നെ ചിന്തകളെ ഡംപ് ചെയ്യുക ഒരു പേജിലേക്ക്. ചിന്തകൾ എഴുതുക. നമ്മളെ എല്ലാ ചിന്തകളും ഒരു പേജിലേക്ക് എഴുതുക. പറ്റുന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് തന്നെ അതിനും വേണ്ടി മാറ്റി വെക്കുക. കുട്ടികളെ പഴയ ബുക്കായാലും മതി. നമുക്ക് ഇത് പിന്നീട് യൂസ് ചെയ്യാനുള്ള ഒന്നല്ല. നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബുക്കാണത്. ഓക്കെ. ഇനി അത് പല ചിന്തകളുണ്ടാവും, മറ്റുള്ളവർ കാണാൻ പറ്റാത്തതുണ്ടാവും. അത് എഴുതുക, കത്തിക്കുക, നോ പ്രോബ്ലം. പിന്നീട് അത് നമുക്ക് വേണ്ട, ഡയറി പോലെ സൂക്ഷിക്കേണ്ടൊന്നും ഒരു ആവശ്യമില്ല. ഓക്കെ. നിങ്ങളൊരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ, സ്ട്രഗ്ലിംഗ് വിത്ത് ഓവർ തിങ്കിങ് ആണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഓവറായിട്ട് ചിന്തിച്ച് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. അള്ളാഹു എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ട്. അള്ളാഹു എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അള്ളാഹു മലക്കുകളെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ഭൂമിയിലുള്ള ഓരോരുത്തരും മുൻപിൽ നിന്നും പുറകിൽ നിന്നും മലക്കുകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മൾ എവിടെയും ഒറ്റയ്ക്കല്ല. അള്ളാഹും അള്ളാഹുവിന്റെ മലക്കുകളെയും സംരക്ഷണം നമുക്കുണ്ട്. നമ്മളപ്പം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാം. നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നാളത്തെ വിഷയം കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കാരണം ഇതൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയാം. അതുപോലെ ഒരു കൂട്ടായ്മയിൽ, ഒരു ഇസ്ലാമിക് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ
ഒരു മാസത്തെ എങ്ങനെ നല്ലൊരു മുസ്ലിമായിട്ട് ജീവിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ ഒരു ഖുർആൻ ക്ലാസ്സും അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ല താഴെ കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അതിലൂടെ ചേരാം. ഓക്കെ, മാസം 300 രൂപയാണ് ഫീസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ അംഗങ്ങളാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തന്നെ വരാം. എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള മനസ്സും ഹാപ്പി ആയിട്ടുള്ള മൈൻഡും എല്ലാം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.